കാണാതായി എന്ന് പറയുന്നത് എന്താണ്? അത് അങ്ങനെ അതാ സംഭവിച്ച അത് നമുക്കിപ്പോ എനിക്കറിയില്ലല്ലോ. പറയുന്നത് അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, അത് ഡോക്ടർ കൂടി അല്ലാവട്ടെ. അവിടെ നിങ്ങളുടെ ഈ പറയുന്നത് കഴിഞ്ഞില്ലേ? അങ്ങനെ പരിശോധിക്കാതെ കാണാതായി എന്ന് പറയാൻ പാടുണ്ടോ ഒരു കമ്പനി? അല്ല, അതൊക്കെ അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അത് മോഴ്സിലേറ്റർ എന്ന് മാത്രമല്ല, മോഴ്സിലേറ്റർ എന്നാണ് എന്നെ പറയുന്നത്. മോഴ്സിലേറ്റർ അതിനാണ് ആവശ്യം. മോഴ്സിലേറ്ററിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായ പേഷ്യന്റ്, ഏതാണ്ട് മരണത്തിന് അടുത്തെത്തിയ ഒരു പേഷ്യന്റ്. അപ്പൊ അത് അന്ന് ഇത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് അതിന് പരിചയം ഉണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത്. എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി. അത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അത് ആദ്യം ചെയ്തു, പിന്നെ അത് രണ്ടാമത് തുറന്നു, മൂന്നാമത് തുറന്നു. അങ്ങനെ പിന്നെ പേഷ്യന്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റെതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത്, അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല, നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. അത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി 2-3 വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട. പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം. PG ക്വസ്റ്റ്യൻ എന്തോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് ഉപയോഗിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു സാധനം. അത് ഉപയോഗിക്കുന്നില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഡോക്ടർമാർ അതിന് വേറെ ഏതെങ്കിലും സെന്ററിൽ പോയി അത് ചെയ്ത് കുറച്ച് 1 മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്നാൽ നമുക്കത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ 1 മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല.